ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു പകൽക്കാലം അല്പസമയം നിങ്ങളോടൊപ്പം ആയിരിക്കാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ നിൽക്കുന്ന എല്ലാ അവസരം കർത്താവ് നീയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഒരു അനുഗ്രഹയുടെ പ്രഭാതം തന്നിരിക്കുന്ന കർത്താവ് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം. എൻ്റെ വീഡിയോ കാണുകൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ ആത്മാവ് അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അഗ്നിയിൽ കൂടെ നടന്നിടലും അഗ്നിജ്വാല എന്മേൽ തീണ്ടുകില്ല. അഗ്നിയിൽ കൂടെ നടന്നിടലും അഗ്നിജ്വാല എന്മേൽ തീണ്ടുകില്ല. ഓളങ്ങളന്മേൽ കവിഞ്ഞിടും നേരത്തും വീഴാതെ താഴാതെ സൂക്ഷിക്കും നീ എന്നെ. ഓളങ്ങളന്മേൽ കവിഞ്ഞിടും നേരത്തും വീഴാതെ താഴാതെ സൂക്ഷിക്കും നീ എന്നെ. ഭക്തരിൽ ശാശ്വത വിശ്രമമേ, തന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. ഭക്തരിൽ ശാശ്വത വിശ്രമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പകൽക്കാലം നമുക്ക് വചനം ധ്യാനിക്കാം. ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 41 വേഴ്സ് 10. ഐസയ്യയുടെ പുസ്തകത്തിൽ നിന്ന് 41 അധ്യായം 10 വാക്യത്തിൽ വായിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, ഇനിയുള്ള ബലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം ചെയ്യുന്നു. ഞാൻ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ദൈവം എന്നോട് നിന്നോട് കൂടെയുണ്ട്. പ്രേമിച്ചൊക്കെ ഞാൻ ദൈവമാകുന്നു. എല്ലാം ഞാൻ വായിക്കുമ്പോൾ എന്നോട് എന്നുള്ള കാര്യത്തിലാണ് ഞാൻ അങ്ങനെ വായിക്കുന്നത്, ശക്തീകരിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം എന്നോട് നിങ്ങളുടെ കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, പ്രേമിച്ചു നോക്കണം, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്ത് സാഹചര്യങ്ങൾ നിങ്ങൾ ഏത് വിഷയത്തിനും ഭയത്തോടെ ആയിരിക്കുന്നുവോ അതിന്മേൽ കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിന് കേൾക്കുന്ന ആരെങ്കിലും ഭയത്തോടെ ആയിരിക്കും, ഏതെങ്കിലും വിഷയത്തിൽ പ്രതിസന്ധി വിഷയത്തിന് മേലെ ഭാരത്തോടെ ആയിരിക്കും, നിങ്ങൾ പകൽക്കാലം നിങ്ങളോട് പറയും, പരിശുദ്ധാത്മാവൊന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശു കർത്താവ് എന്നോടും നിന്നോടും കൂടെയെന്ന് കർത്താവ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടുന്നവരുടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പകൽക്കാലം പറയുവാണ്, ഏത് വിഷയത്തെ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന മേൽ തല കുനിക്കുവാൻ കർത്താവ് അനുവദിക്കലെന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം പറയുകയാണ്. ദൈവത്തിന് മഹത്വം. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഏത് വിഷയത്തിന് നിങ്ങൾ ഭയത്താലായിരിക്കുന്നുവോ അതിന്മേൽ, ആ വിഷയത്തിന്മേൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം വിടുതൽ നൽകുന്ന കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെല്ലാം കർത്താവിലേക്ക് കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. ഹല്ലേലൂയ. യഹോവ നമ്മുടെ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആത്മാവിനോട് പറയുകയാണ്, എനിക്കും നിങ്ങൾ കടന്നു വന്ന പ്രതികൂലങ്ങൾ നമ്മൾ തന്നെ അതിന്മേൽ തരണം ചെയ്യാതെ, അതിന്മേൽ നമ്മൾ തന്നെ അത് നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ച് അതിന്മേൽ പരിഹാരം കണ്ടെത്താതെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കാര്യത്തിലെ വിട്ടുകൊടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുകൊടുത്താൽ അതിന്മേൽ കർത്താവ് പ്രവർത്തിക്കും. അതുമെന്നുള്ളതാണ് ഒന്ന് പകൽക്കാലം കർത്താവിന്റെ വചനത്തെ നമ്മുടെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കാത്തിരിക്കുന്നവരെ അവൻ രക്ഷിക്കും, വിടുവിക്കും. പ്രത്യാശയോടെ ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു പ്രത്യാശയും വാഗ്ദത്തവും കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ആ വചനത്തിൽ ആശ്രയിക്കുന്നവരെ, വചനത്തിൽ വിശ്വസിക്കുന്നവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവരെ, കർത്താവിൽ വിശ്വസിക്കുന്നവരെ പ്രത്യാശയുള്ളവരാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രത്യാശയുള്ള ദൈവമക്കളാണല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ളവരെ കർത്താവിൻ്റെ വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ കടന്നു വന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവ് നമ്മളെ വിടുവിക്കും. കർത്താവ് എന്ന് പറയുന്ന പകൽക്കാലം പ്രത്യാശയുള്ളവരെ ആ കേട്ട വചനത്തിന് അടിസ്ഥാനത്തിൽ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മളും കർത്താവുമായിട്ട് ഒരു ബന്ധമുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്.
കുഞ്ഞുങ്ങൾ ജനിച്ച് വരുമ്പോൾ മാതാപിതാക്കളായിട്ട് എസ്പെഷ്യലി മാതാവായിട്ട് ഒരു ബോണ്ടുണ്ട്. ഹല്ലേലൂയ എന്നതുപോലെ അവർ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളായിട്ട് ഒരു ബന്ധമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ ആ ബന്ധങ്ങളെല്ലാം ഒരു മാറിപ്പോകുന്ന ഒരു അവസ്ഥയിൽ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മുടെ കർത്താവിൻ്റെ വചനം പറഞ്ഞ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മകത്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് ബന്ധമുണ്ട്, യേശുവിനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തോന്നുന്ന രീതി നടക്കുന്നവർക്കുള്ള വാഗ്ദത്തമല്ല ഇത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിനനുസരിച്ച് നടക്കുന്നവർക്ക്, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചവർക്ക്, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവർക്ക്, വിശുദ്ധിയോടെ വർദ്ധിക്കുന്ന പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവർക്ക് ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു, ഭയപ്പെടണം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏത് പ്രശ്നങ്ങളിലായിരിക്കുന്നുവോ, ഹല്ലേലൂയ. കർത്താവുമായിട്ടൊരു ബന്ധം നിങ്ങളുണ്ടെങ്കിൽ, ആ ബന്ധമുണ്ടെങ്കിൽ കർത്താവിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് കർഷകരെ ജീവിപ്പിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട്. ദൈവത്തിൻ്റെ വചനം, ഞാൻ ഭയപ്പെടും, നിന്നോട് കൂടെ എന്ന കർത്താവിൻ്റെ വചനം അരുളി ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ എന്തുകൊണ്ടായിരിക്കണം? ദുഃഖത്തിൻ്റെ സമയത്ത് മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നവരായിട്ടല്ല, ദുഃഖത്തിലും സന്തോഷത്തിലും ഏത് സമയത്തിലും കർത്താവുമായിട്ടൊരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവമായിട്ട് എപ്പോഴും ഒരു കൂട്ടായ്മ ആചരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വചനം ധ്യാനിക്കണം, പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. അങ്ങനെ ദൈവമായിട്ട് എപ്പോഴും ഒരു ബന്ധമുള്ളവർക്ക് കർത്താവ് എന്ത് പ്രതികൂലം നടന്നു വന്നാലും കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ പറഞ്ഞാട്ടെ. എന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു വിശ്വസ്തനായ കർത്താവ് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കിന്ന് പകൽക്കാലം പറയുമെങ്കിൽ അതിന് മേൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രകാരം ജീവിപ്പാൻ നമുക്ക് ജീവിക്കാൻ കഴിയേണ്ടതിന് നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും ഇതിനൊക്കെ പിന്മാറ്റത്തിലായിരിക്കുന്നോ, കർത്താവ് ഒരു കംഫർട്ട് സോണിലായിരിക്കുന്നുവോ, അവരോടൊന്ന് പറയട്ടെ, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാനും ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുവാനും എൻ്റെ നിങ്ങളുടെ ജീവിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ എന്നെ നിങ്ങളും താഴ്ത്തി ഏൽപ്പിച്ചാൽ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കും. നമ്മൾ പ്രത്യാശയുള്ളവരാണല്ലോ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം. കർത്താവ് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടുകൊള്ളുക എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും പ്രത്യാശയുള്ളതായിരിക്കണം. എന്ത് വന്നാലും എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ കടന്നു വന്നാലും എന്നെ വിടിപ്പാൻ കഴിവിനായ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വചനം, കർത്താവ് അങ്ങനെ ഒരു പ്രത്യാശ എനിക്ക് നിങ്ങളെ ഉണ്ടെങ്കിൽ ദൈവത്തിന് സന്നിധിയിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചൊക്കെ ഞാൻ ദൈവമായി നള്ളി ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ആർക്ക് നമ്മളോട് പറയാൻ കഴിയും? യേശുവിനല്ലാതെ വേറെ ആർക്ക് നമ്മളോട് പറയാൻ കഴിയും ഭയപ്പെടേണ്ട? ഹല്ലേലൂയ. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ കൂട്ടുകാരോട്, സഹോദരിമാരോടൊക്കെ പറയാൻ കഴിയും ഭയപ്പെടേണ്ട. പക്ഷേ അവർക്ക് എന്ത് ഗ്യാരൻ്റി ഉള്ളത് ഞാൻ ഭയപ്പെടേണ്ടത് അവരോട് പറഞ്ഞാലും? ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ വചനം എടുത്ത് വെച്ച് അവർക്ക് കൊടുക്കുക, കർത്താവിൻ്റെ വചനത്തിൽ അവർ അർപ്പിക്കുക. ആരെങ്കിലും ഭാരത്തിലൂടെ കടന്നു പോകുന്നില്ല, കർത്താവിൻ്റെ വചനം കൊണ്ടുപോയി അവരോട് പറയുക, വചനത്തിലെ യേശു കർത്താവ് എഴുതിയിരിക്കുന്നു, എനിക്ക് നിങ്ങൾക്കുള്ള വാഗ്ദത്തമാണ്. കർത്താവ് പറയുന്നു, യേശു നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നുള്ള വചനം കൊണ്ടുപോയി അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടോ? യെസ്, തന്നിട്ടുണ്ട്. അനേക വാഗ്ദത്തങ്ങളുണ്ട്. കർത്താവ് രക്ഷിതമായി സ്വീകരിച്ച കൽപ്പന അനുസരിച്ച് മക്കൾക്ക് അനേക വാഗ്ദത്തങ്ങളുണ്ട്. ഈ ബുക്ക്, ഈ സത്യവേദ പുസ്തകം മുഴുവനും വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കലേ കവിടുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആകാശം, ഈ ആകാശവും ഈ ഭൗതിക നന്മകളും എല്ലാ വീടും ധനവും എല്ലാം നശിച്ചു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അതുകൊണ്ട് ഈ വചനമാണ് നമ്മുടെ വാഗ്ദത്തം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് നിങ്ങൾക്ക് വാഗ്ദത്തം ദൈവം തന്നിട്ടുള്ള വചനത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോടും പറയുവാണ്, ഭയപ്പെടണം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് ഏത് പ്രദേശത്ത് നിങ്ങൾ അഴിക്കുന്നുവോ അതിന്മേൽ ഭയപ്പെടരുത്. ഭയപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവം തല കുനിക്കാൻ നിങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
കർത്താവിൻ്റെ കൽപ്പന പ്രകാരം അനുസരിച്ച് കർത്താവ് ദൈവസ്നേഹമോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൈവത്തെ എല്ലാവരും സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ദൈവത്തിന് മഹത്വം. എന്നാൽ കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് കർത്താവ് കരുതി വെച്ചിരിക്കും എനിക്ക് നിങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും വളരെ ചെറുതായിട്ടായിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നമ്മളെന്നാൽ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടാണ് കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നാളെ ലഭിച്ചെന്നിരിക്കത്തില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ഭൂമിയിൽ കണ്ടെന്നിരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളത് അനുഭവിക്കേണ്ടതാകും. എന്നാൽ പ്രത്യാശയോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നാം ചിന്തിക്കുന്നതിനപ്പുറമാണ് കരുതി വെച്ചിരിക്കുന്നത്. പ്രത്യാശയുള്ളവർ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും നിങ്ങളെല്ലാം ഈ ഭൂമിയിലുള്ളത് എല്ലാമാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ നമ്മുടെ ഒരു കുറവാണ്. ഹല്ലേലൂയ. സാമ്പത്തിക നന്മകൾ വേണം. ഹല്ലേലൂയ. മറ്റുള്ള കാര്യങ്ങൾക്ക് ആത്മീയ നന്മകൾക്ക് നമ്മളെല്ലാം ചില പുറകോട്ടാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ജീവഭാവനം വേണം, നമുക്ക് കാറ് വേണം, നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, എല്ലാം വേണം. ഹല്ലേലൂയ. അതിലൊക്കെ ഉപരിയായി ഹല്ലേലൂയ ആത്മീയ നന്മകളാൽ നിറച്ചാട്ടെ. ആത്മീയ നന്മകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കും എന്നുള്ള ഒരു ചിന്തയിലൊക്കെ നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് കിടക്കാൻ ഒരു പാർപ്പിടമുണ്ട്. പട്ടിണിയുള്ള ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും എൻ്റെ കർത്താവ് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് കരുതി വച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഞാൻ ചിന്തിക്കുന്നതിൽ അപ്പുറമാണെന്നുള്ള ചിന്ത, ഒരു വിശ്വാസം, പ്രത്യാശയുള്ളവർ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെന്ന് ഓർപ്പിക്കട്ടെ, ഞാൻ ഭയപ്പെടേണ്ട. കർത്താവ് എന്നോട് നിങ്ങളോടും പറയുവാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചൊക്കെ ഞാൻ എൻ്റെ ദൈവമാണ്. ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഏത് വിഷയത്തിന്മേൽ ഭയത്താലായിരിക്കുന്നുവോ ഹല്ലേലൂയ അതിന്മേൽ കർത്താവിൻ്റെ വചനപ്രകാരം പ്രത്യാശയോടെ ആയിരിക്കാൻ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ഭയപ്പെടരുത്. ഇത് വിഷയം ഭയം നമ്മുടെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. ഭയം ലോകത്തിൻ്റെ പിശാചിൽ നിന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ നമുക്ക് ശക്തിയും ബലവും സമാധാനവും സന്തോഷമാണ്. അതുകൊണ്ട് ഒരു ഭയം നിങ്ങളെ അലട്ടുന്ന പകൽക്കാലം നിങ്ങൾ ഭയത്തോടെ ആയിരിക്കുന്നതിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഏത് വിഷയ നടുവിലായിരിക്കുന്നുവോ ഹല്ലേലൂയ ആ വിഷയം ദൈവത്തിന് വിട്ടുകൊടുക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. തൊഴിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ വിഷയങ്ങൾക്ക് യുദ്ധം ചെയ്യുന്നത് നമ്മുടെ യഹോവ തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ഓർപ്പിക്കുന്നു, ഭയപ്പെടാൻ ഞാൻ നിന്നോട് കൂടെ ഉപയോഗിക്കുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ എന്നെ സഹായിക്കും, അങ്ങനെ വലം കൈ പിടിച്ച് നടത്തും. നിന്നെന്ന് പറയുമ്പോൾ എന്നോട് എന്നുള്ള വചനം അങ്ങനെ വായിച്ച് ബലപ്പെട്ടാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പകൽക്കാലം ആരെങ്കിലും ഏതെങ്കിലും ഭയത്തിലായിരിക്കുന്നുവോ നിങ്ങളുടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു, ഭയപ്പെടേണ്ട. യേശു കർത്താവ് ദൈവം എന്നോടും കൂടെയുണ്ട്. ദൈവത്തിന് പ്രത്യാശയോടെ ആയിരിക്കുക. പതറരുത്. യേശു മാറാത്തവനാണ്. ഹല്ലേലൂയ. യേശുവിനെ എന്നെ വിടുവിക്കാൻ കഴിയും, യേശുവിൻ്റെ വചനത്താൽ എന്നെ വിടുവിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധമായി ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തം എപ്പോഴും ഉവ് എന്ന് തന്നെയാണ്, എസ് എന്ന് തന്നെയാണ്. ആ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് കർത്താവിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ ഭൗതിക നന്മകളും മാറിപ്പോകും, ഈ ലോകം മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല എന്ന് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുവാണ്. കർത്താവിൻ്റെ വചനങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മൾക്ക് ഉറപ്പും ധൈര്യവും തരുന്നതാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മൾക്ക് വിടുതൽ തരുന്നതാണ്. കർത്താവിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്. കർത്താവിൻ്റെ വചനം നമ്മൾക്ക് ആശ്വാസം, സമാധാനം തരുന്നതാണ്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പരിശുദ്ധം തന്നെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട. കർത്താൽ പൂർണ്ണമായി യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക എന്നാണ് കർത്താവ് വചനം നമ്മളെ പഠിപ്പിക്കുന്ന. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നിന്ന് പകൽക്കാലം കർത്താവ് എന്നെ നിങ്ങളെയും ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നമ്മളോട് ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏത് വിഷയത്തിലും നമ്മൾ ഭയത്തിലായിരിക്കുന്നുവോ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, എന്നോട് കൂടെയുണ്ട്. നമ്മളെ കൈപിടിച്ച് കർത്താവ് നമ്മളെ ശക്തീകരിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്ക് കൊണ്ടെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പകൽക്കാലം നമ്മളെ കർത്താവ് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. നമുക്ക് നടക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം. കാരണം നല്ല പിതാവ് നിമിഷത്തിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു.
ഇന്ന് പൽക്കാലം കർത്താവെ എല്ലാവരും ഒരുമിച്ചായിരിക്കും കർത്താവിൻ്റെ വചനം അല്പസമയം ധ്യാനിക്കുന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളിവിടെ കർത്താവിന് നാമകത്തപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം ഏതെങ്കിലും കർത്താവ് വിഷയത്തിന് പ്രതിസന്ധികളുടെ മേൽ ഭയത്തിലായിരിക്കുന്നവരെ രക്ഷിപ്പാൻ കഴിയില്ല, രക്ഷിപ്പാൻ വിടിയിപ്പാൻ ആരുമില്ലെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ ആയിരിക്കുന്ന ചിന്തയിലായിരിക്കുന്നവരുടെ ഹൃദയത്തോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ഭയത്തോട് സംസാരിക്കണമേ. ഭയപ്പെടാൻ ഞാൻ നിന്നോട് കൊണ്ട് എൻ്റെ കർത്താവിടെ കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിന് മേലെ പ്രതിസന്ധിയിൽ അവരായിരിക്കുന്നവരുടെ കർത്താവ് അവർക്ക് വചനത്തിലൂടെ കർത്താവെ തകവത്വത്തിലൂടെ സംസാരിച്ച് കർത്താവിൻ്റെ പരിശ്രമം ശക്തീകരിക്കാൻ ബലപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് വിടുതൽ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. വചനത്തിൽ ആശ്രയിപ്പാനും വചനത്തിൽ കർത്താവിൽ വിശ്വസിപ്പാനുള്ള കൃപ തന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ പതറിപ്പോകാനിടയാക്കല്ലേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയപ്പെടുന്ന കൃപ നൽകിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. പകൽക്കാലം വീഡിയോ കളിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. ഏതെല്ലാം വിഷയങ്ങളുടെ വിധത്തിലവരായിരിക്കുന്നു ചെറുതുമല ആവശ്യങ്ങൾ രഹസ്യമയ പരസ്യമയെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം സ്വത്തോടെ കർത്താവിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സമദൈവ പ്രവർത്തികളെ സന്തോഷിപ്പാൻ ദൈവനാമമാകത്ത് പ്രയോഗിക്കുന്ന പ്രാർത്ഥനകളെ വിശ്വാസങ്ങളെ വർദ്ധിപ്പിക്കണമേ. കർത്താവെ ഹല്ലേലൂയ. കർത്താവിൻ്റെ പകൽക്കാലങ്ങളുടെ മനസ്സിലുള്ള കൃപ തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാല് വയ്ക്കുന്നിടത്തെല്ലാം ദൈവനാമമാകത്തപ്പെടണം. ദൈവനാമം അനുഗ്രഹിക്കപ്പെടുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവീയ സാന്നിധ്യ സമാധാനം ദൈവീയ ശക്തികളൊക്കെ ആയിരിക്കുന്ന പകൽക്കാലം ഞങ്ങൾ അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലയിൽ സകല വിഷയങ്ങളും ഏൽപ്പിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കർത്താവ് നാം എപ്പോഴും എവിടെയും മഹത്വപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നത് ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളായിരിക്കുന്ന കർത്താവ് ഓരോ ദേശങ്ങളിലും ലോകത്തിനെല്ലാം ലോകത്തെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം പകൽക്കാലം കർത്താവിൻ്റെ വചനം ഏറ്റെടുത്ത് വചനത്തിൽ ആശ്രയിച്ച് വചനത്തിൽ ജീവിപ്പാൻ ഞങ്ങൾ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാ ചെങ്കടനായി സ്തോത്രം യേശുനാമത്തിൽ ചോദ്യം കൃപ കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കാണുവോളം നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കാണുന്നില്ല കേൾക്കുന്നില്ല എന്നെങ്കിലും നിങ്ങളെല്ലാം ആത്മാവിൽ കണ്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.